നമസ്കാരം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷന്റെ റിസൾട്ട് വന്നതിന് ശേഷം ബി.ജെ.പി. വലിയ വിധത്തിൽ കുതിച്ചുയരുന്നതാണ് നമ്മൾ കണ്ടത്. തലസ്ഥാനം തന്നെ ബി.ജെ.പി. പിടിച്ചെടുക്കുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു. തലസ്ഥാനത്ത് നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറമുള്ള സീറ്റുകൾ, അതായത് സാധാരണ ജനങ്ങളൊക്കെ തന്നെ കരുതിയത് ഈ പറയുന്ന പോലെ തിരുവനന്തപുരത്ത് ബി.ജെ.പി. അധികാരത്തിലെത്തുമോ അല്ലെങ്കിൽ അധികാരത്തിലേക്ക് വരുമെന്ന സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് എല്ലാ സംശയങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് കൃത്യമായി ബി.ജെ.പി. അവിടെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാവുന്ന ഒരു നിലയുണ്ട്. അതുപോലെ തന്നെ തൃപ്പൂണിത്തറ നഗരസഭയുമായി അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട്, പാലക്കാട് മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ വലിയ നിലയിലുള്ള മെച്ചപ്പെടുത്തലുകൾ ബി.ജെ.പിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അവിടെ CPM-ഉം SDPI-യും അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയും എല്ലാം കൂടെ ചേർന്ന് ഒരുമിച്ച് ഈ ബി.ജെ.പിയെ എതിർക്കാൻ ഇറങ്ങിയിട്ട് പോലും ബി.ജെ.പി. പിടിച്ചു നിന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. പല പഞ്ചായത്തുകളും പല ഇടങ്ങളിലും ബി.ജെ.പിക്ക് വോട്ട് വർദ്ധിക്കുന്ന കാര്യമുണ്ടായി. എന്തായാലും ഈ തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പുറത്തു വരികയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് ഈ പറയുന്ന പോലെ ബി.ജെ.പിയുടെ ഭരണം വരികയാണെങ്കിൽ അത് തങ്ങളെ വലിയ വിധത്തിൽ ബാധിക്കും. ഇവിടെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ഹൈ പ്രൊഫൈൽ VIP-കൾ പറന്നിറങ്ങുകയും ഇവിടെ വലിയ വികസനങ്ങൾ പ്രഖ്യാപിക്കുകയും ഈ തിരുവനന്തപുരം സിറ്റിയെ ഒരു വലിയ രാജ്യത്തെ അറിയപ്പെടുന്ന രീതിയിലേക്കുള്ള ഒരു മെട്രോ സിറ്റിയാക്കി മാറ്റുകയും ചെയ്യും എന്നുള്ള ഭയം ഈ തരത്തിൽ പല രാഷ്ട്രീയ പാർട്ടികൾക്കും, പ്രത്യേകിച്ച് CPM-നും കോൺഗ്രസിനും ഒക്കെ തന്നെയുണ്ട്. ആ ഒരു വിഷയം നിലനിൽക്കുമ്പോൾ എങ്ങനെ ബി.ജെ.പിയെ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്താമെന്നുള്ളൊരു പഠനത്തിൽ ഇവർ ഏർപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന പോലെ അവിടെ, അതായത് തിരുവനന്തപുരത്ത് മത്സരിച്ച് ജയിച്ച CPM-ഉം CPI-യും അതുപോലെ തന്നെ UDF-ഉം എല്ലാവരും ചേർന്നുകൊണ്ട് അവിടെ 2 സ്വതന്ത്രർ വിജയിച്ചിട്ടുണ്ട്. ആ 2 സ്വതന്ത്രരെ കൂട്ടിപ്പിടിച്ച് അവിടെ ഏതെങ്കിലും ഒരു സ്വതന്ത്രനെ അവിടെ മേയർ സ്ഥാനാർത്ഥിയാക്കി ബി.ജെ.പിയെ അധികാരത്തിൽ നിന്നും മാറ്റി നിർത്താനുള്ള ഒരു തന്ത്രം അവിടെ നടക്കുന്നുണ്ട്. മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ ശിവൻകുട്ടിയുമായി സംസാരിച്ച് ബി.ജെ.പിയെ അകറ്റി നിർത്തുക എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് അവിടെ കാര്യങ്ങൾ എത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇതുവരെ കോൺഗ്രസ് അതിന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. ആ കാരണമെന്ന് പറയുന്നത്, ഇത്തരത്തിലൊരു നിലപാടെടുത്തു കഴിഞ്ഞാൽ അതൊരു ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു നിലപാടാവും. ഈ കേരളത്തിൽ പരസ്പര ബദ്ധവൈരികളായിട്ടുള്ള കോൺഗ്രസ് CPM പോര് എന്ന് പറയുന്നത് ഒരു കപട രാഷ്ട്രീയ നാടകമാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ ബി.ജെ.പി. തുറന്നു കാട്ടും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് നിന്ന് 4ലേറെ സീറ്റുകൾ ബി.ജെ.പി. നേടുന്ന സാഹചര്യം ഉണ്ടാകും. കേരളത്തിൽ അത് കോൺഗ്രസിന് വലിയ തോതിലുള്ള പ്രശ്നമുണ്ടാക്കും എന്നൊക്കെയുള്ള കണക്കുകൂട്ടലുകൾ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട്. പക്ഷേ അതിനെയൊക്കെ മറികടക്കുന്ന രീതിയിലേക്ക് മുസ്ലിം ലീഗ് നേരിട്ട് ഈ പറയുന്ന പോലെ മുൻകൈ എടുത്തുകൊണ്ട് CPM-നെയും കൂട്ടുപിടിച്ചുകൊണ്ട് കോൺഗ്രസിനെ ഒരു ഫോഴ്സ് ചെയ്യുന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. പാറ്റൂർ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന അവിടെ ജയിച്ചിട്ടുള്ള ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുണ്ട്. ആ സ്ഥാനാർത്ഥിയെ കൂട്ടുപിടിച്ചുകൊണ്ട്, സ്വതന്ത്രനെ കൂട്ടുപിടിച്ചുകൊണ്ട് പാറ്റൂർ രാധാകൃഷ്ണനെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിച്ച് അവിടെ ഒരു പ്രത്യേക തരത്തിലൊരു പൊളിറ്റിക്കൽ ഗെയിം നടക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ അവർ ആലോചിക്കുന്നത്. ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്നുള്ള നിലയിൽ ബി.ജെ.പിക്ക് തന്നെയാണ് അവിടെ ഏറ്റവും വലിയ സാധ്യത നിലനിൽക്കുന്നത്. പക്ഷേ ആ സാധ്യതയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായ പ്ലാനിങ്ങുകൾ നടക്കുന്നുണ്ട്. അവിടെ തന്നെ ഉയർന്നു വരുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ ബി.ജെ.പി. അവിടെ അധികാരത്തിൽ തുടരട്ടെ, അതിനുശേഷം ഒരുമിച്ച് നിന്നുകൊണ്ട് ബി.ജെ.പിയെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാം എന്നുള്ള ചില കളികളും വരുന്നുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്ത് പോവുകയാണെങ്കിൽ അത് ഈ പറയുന്ന തിരുവനന്തപുരത്ത് മാത്രമല്ല, തെക്കൻ ജില്ലകളിലും വടക്കൻ ജില്ലകളിലും ഒരേപോലെ തന്നെ തിരിച്ചടിയാകുമെന്നൊരു ഭയം സംസ്ഥാന നേതൃത്വങ്ങൾക്ക് ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ പാറ്റൂർ രാധാകൃഷ്ണനോടും മറ്റുള്ള ആളുകളോടും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള ചില ചർച്ചകൾക്ക് CPM-ന്റെയും മുസ്ലിം ലീഗിന്റെയും ഒക്കെ നേതൃത്വം ഇടപെട്ട് നടത്തിയിട്ടുണ്ട്. അവർക്ക് അത്തരത്തിലുള്ള ചില ഓഫറുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പാറ്റൂർ രാധാകൃഷ്ണനെ മുന്നിൽ നിർത്തി ഒരു മേയർ സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിക്കാനുള്ള ഒരു നീക്കം നടത്തി ഈ ഇന്ത്യ മുന്നണി അവിശുദ്ധ കൂട്ടുകെട്ടിലൂടെ ബി.ജെ.പിയെ ജനങ്ങൾ വിധിച്ചിട്ടുള്ള ജനങ്ങളുടെ വിധിയെ താഴെ ഇടാൻ, അല്ലെങ്കിൽ അത് കാറ്റിൽ പറത്താൻ, അത് അട്ടിമറിക്കാനുള്ള ശ്രമം തിരുവനന്തപുരത്ത് നടത്തുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. അത് എത്രമാത്രം വിജയിക്കുമെന്നുള്ളത് കണ്ടറിയണം. കാരണം കോൺഗ്രസിന് കൃത്യമായ ഭയമുണ്ട്. എന്നിരുന്നാലും ഇപ്പോൾ അത് വിജയിച്ചില്ലെങ്കിലും അടുത്ത 6 മാസം കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ ഒരു ഫോർമുലയിലേക്ക് മാറാനുള്ള ആലോചനയും നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ആലോചനകൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും CPM-നോടും അതുപോലെ തന്നെ മുസ്ലിം ലീഗിനോടും പറഞ്ഞതായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് പുറത്തു വരുന്നുണ്ട്. തൃപ്പൂണിത്തുറയിലും അതുപോലെ തന്നെ പാലക്കാട് മുനിസിപ്പാലിറ്റിയും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇതേ തരത്തിലുള്ള ഫോർമുല പരീക്ഷിച്ച് അവിടെ കൃത്യമായ വിജയമുണ്ടാക്കുക, അവിടെ ബി.ജെ.പിയെ അകറ്റി നിർത്തുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെയും പരീക്ഷിക്കുന്നുണ്ട്. പക്ഷെ അവർ ഭയക്കുന്ന കാര്യം, തൃപ്പൂണിത്തുറ ഉൾപ്പെടെ പാലക്കാട് ഉൾപ്പെടെ തിരുവനന്തപുരം ഉൾപ്പെടെ ജനങ്ങളുടെ വിധി അത് ബി.ജെ.പിക്ക് അനുകൂലമാണ്, ജനങ്ങൾ ബി.ജെ.പിക്കൊപ്പമാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇത്തരം അട്ടിമറികൾ നടത്തിയാൽ എന്താണ് സംഭവിക്കുക എന്നതിനെ പറ്റിയുള്ള വലിയ ഭയവും ഇവർക്ക് നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം പറയാം, ഈ തരത്തിൽ അട്ടിമറികൾ നടത്തുകയാണെങ്കിൽ
ഈ തിരുവനന്തപുരത്ത് ഈ സകല മുള്ളുമുരുക്ക് മൂർഖൻ പാമ്പിനെയും കൂട്ടുപിടിച്ച് ലീഗിനെയും അതുപോലെ തന്നെ CPM-ഉം കോൺഗ്രസും ഒക്കെ ഒരുമിച്ച് SDPI-യും ജമാഅത്തെ ഇസ്ലാമിയും എല്ലാം ഒരുമിച്ച് BJP-ക്കെതിരെ നിൽക്കുമ്പോൾ ന്യൂനപക്ഷ വർഗീയതകളെ ഒക്കെ കൂട്ടുപിടിച്ച് ഇവർക്കെതിരെ വലിയ വർഗീയത എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയും ഈ ന്യൂനപക്ഷ വർഗീയതയൊക്കെ കൂട്ടുപിടിച്ച് തിരുവനന്തപുരത്ത് ഒരു അട്ടിമറി ശ്രമം നടത്തുകയാണെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ മണ്ണിൽ BJP പോലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ BJP-ക്ക് സീറ്റുകൾ ഉണ്ടാകും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ അവിശുദ്ധ കൂട്ടുകെട്ടിനെ ജനം തിരിച്ചറിയുമെന്നുള്ള കാര്യത്തിലും വലിയ തരത്തിലുള്ള ഭയം ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കന്മാർക്ക് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന് എന്തൊക്കെയാണ് വഴികൾ? ഇപ്പൊ കെ സുരേന്ദ്രൻ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുകയാണെങ്കിൽ പല സ്ഥലങ്ങളിലും പല പ്രാദേശികമായുള്ള സ്ഥലങ്ങളിൽ ബ്ലോക്ക് പഞ്ചായത്തുകൾ തുടങ്ങിയ പല സ്ഥലങ്ങളിലും എല്ലാ മുന്നണികൾക്കും സങ്കടപ്പെടേണ്ടി വരും എന്ന് കൃത്യമായ മുന്നറിയിപ്പ് കെ സുരേന്ദ്രൻ ഈ കാര്യത്തിൽ കൊടുത്തിട്ടുണ്ട്. അത് തന്നെയാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. കേരളത്തിന്റെ ഒരു പൊതുവികാരം, കേരളത്തിലെ ഈ ന്യൂനപക്ഷ വർഗീയതകളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ ഭൂരിപക്ഷ വർഗീയത എന്ന് പറഞ്ഞുകൊണ്ട് BJP-യെ എതിർക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ മറ്റു വർഗീയതകളെ ഇവർ കാണാതെ പോകുന്നു എന്നുള്ളതും ശുദ്ധമായിട്ടുള്ള ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനങ്ങളുടെ യഥാർത്ഥ ജനവിധിയെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതും എന്നുമുള്ള ഒരു വിവരം തന്നെയാണ് വരുന്നത്. എന്തായാലും പാറ്റൂർ രാധാകൃഷ്ണന് ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട്. അതിൽ കുഞ്ഞാലിക്കുട്ടിയും ശിവൻകുട്ടിയും CPM-ഉമാണ് നേതൃത്വം കൊടുക്കുന്നത് എന്നുമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.